തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ വേണ്ടി പോവാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നെന്നു കുറേ നാളായില്ലേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഞങ്ങൾ ഇന്ന് തൃശ്ശൂർ പോവായിരുന്നു. തൃശ്ശൂർ എക്സിബിഷൻ കാണാനായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ കുടുംബം കാണിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരെത്തി. അങ്ങനെ തൃശ്ശൂർ പൂരമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ എക്സിബിഷൻ കാണാൻ വേണ്ടി വന്നിട്ട് വന്നതാണ്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. ഭയങ്കര തിരക്കും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. എക്സിബിഷൻ കാണാൻ പോകണടുത്ത് ഞങ്ങൾ കയറി. പിന്നെ കുറേ മാല, വള, അങ്ങനത്തെ കുറേ കുട്ടികൾ അങ്ങനത്തെ ഒക്കെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ അമ്മച്ചോട് ഉപ്പച്ചോടും പറഞ്ഞ് എനിക്കിത് മേടിച്ചായോ, എന്ത് മേടിച്ചായോ, മറ്റേത് മേടിച്ചായോ, ഹെയർ ബാൻഡ് മേടിച്ചായോ എന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ നിന്ന് വള, മാല, കമ്മൽ, മോതിരമൊക്കെ മേടിച്ചു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറി എല്ലാ സാധനങ്ങളും നമുക്ക് മേടിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള സാധനങ്ങളാണത്. നമുക്കിനി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ അഥവാ ഒരു വിധത്തിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ കുറേ റൈഡുകളുണ്ടായിരുന്നു. എനിക്ക് ഈ പോണ റൈഡുണ്ട്, അത് ചുറ്റിക പോലെ മേലെ നിന്നിട്ട് അത് ലാസ്റ്റ് താഴത്തേക്ക് വരുമ്പോൾ നമ്മളൊരു നെഞ്ചിൽ ഞാൻ അങ്ങനത്തെ ഒന്നും റൈഡിൽ കയറിയില്ല. ഞാൻ കുഞ്ഞു റൈഡിൽ മാത്രം കയറിയില്ല. അതിലൊക്കെ ഞാൻ കയറിയാൽ ഞാൻ പേടിച്ചവിടെ ഇരിക്കുന്നുണ്ടാവും. എല്ലാ റൈഡിലും കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആൾക്കാർ കരയണ കേട്ടപ്പോൾ ഇങ്ങ കയറിക്കോ, ഞാനില്ല കേട്ടോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആരാന്ന് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടണേ. ഫസ്റ്റ് ഞാൻ റൈഡിൽ കയറിയെന്ന് വെച്ചാൽ ഒരു ട്രെയിനിലാട്ടോ കയറിയത് ഞാൻ. പിന്നെ ഫസ്റ്റ് നമ്മൾ പോകുമ്പോൾ പതുക്കെ സാധനം പോകും. പക്ഷെ ഇത് റൗണ്ട് അടിച്ച് വരുമ്പോൾ ഇത് നല്ല സ്പീഡിൽ പോകുന്ന സാധനം. നിങ്ങൾ ഈ കാണുന്നതാണ് എന്തൊരു ഊഞ്ഞാല. ഇതാണ് മറ്റേ ഞാൻ പോകുന്നുണ്ട്. ഇനി നോക്കി ഇങ്ങനെ ഞാൻ ഇരിക്കുന്നത് ടാറ്റൊക്കെ തരുന്നുണ്ട് ഞാൻ. പക്ഷെ ഇത് പോകുമ്പോഴൊക്കെ ഇങ്ങനെ നല്ല സ്പീഡ് പോകുന്നുണ്ട്. പിന്നെ ഞാൻ റൈഡ് കയറിയത് വള്ളത്തിത്ത വഞ്ചില്ലേ, അത് നമ്മൾ കൈയായിട്ട് ഇത് കൊണ്ടാണ്. അതിലേ പിന്നെ കുറേ നേരം കളിച്ചു. പിന്നെ കുറേ താത്തമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ താത്തമാർ ഈ റൈഡിൽ കയറിയിട്ട് അണ്ണാക്ക് വിളിക്കുന്നു. ഞാനൊക്കെ എന്താ അവിടെ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരാൾ ടാറ്റ തന്നെ ഒരു പേടിയില്ലാണ്ട്. അങ്ങനെ ഞങ്ങൾ റൈഡിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ സീ കേരള ചാനലുകാർ പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നോക്കി നിന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയപ്പോൾ ഞാനും എൻ്റെ നെച്ചും കൂടി ഫോട്ടോ എടുത്തു. പിന്നെ അങ്ങനെ തന്നെ ഞങ്ങൾ വീണ്ടും നടന്നു പോയി കാഴ്ചകൾക്ക്. അങ്ങനെ തന്നെ ഒരു മിൽക്കിൻ്റെ ആൾ വന്ന് എനിക്ക് കൈ തന്നു. അതിൻ്റെ കൈ പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട്. ഞാൻ അതിൻ്റെ കൈയൊക്കെ കൊടുത്തു. ഞങ്ങൾ നല്ല നാടൻ പാട്ടൊക്കെ കേട്ടതിന് ശേഷം ഞങ്ങൾ സ്പേസിലേക്കാട്ടോ പോയത് നേരെ. ഇനി നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെയൊക്കെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടു ഗൈസ്. വീട്ടിലൊക്കെ അവിടേക്കൊക്കെ എത്തുമ്പോൾ ഞങ്ങൾ 10 മണിയൊക്കെ ആയിട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യണം. ടാറ്റ ബൈ ബൈ, സീ യു. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം.